ക്ഷേമ പെൻഷൻകാരുടെ വയറ്റത്തടിച്ചു കേന്ദ്ര സർക്കാർ. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം വിതരണം ചെയ്യാതെ കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകിയിട്ടും കേന്ദ്രം വിഹിതം വിതരണം ചെയ്തില്ല. വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയിലാണ് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്രവിഹിതമുള്ളത്. ഈ തുകയാണ് മുടങ്ങിയത്. സുലേഖ ശശികുമാർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സുലേഖ, മുൻപും സംസ്ഥാനത്തിന് നൽകാനുള്ള വിഹിതങ്ങളിൽ കേന്ദ്രത്തിന്റെ ഈ നിലയിലുള്ള ഇടപെടൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ പെൻഷൻകാരുടെ വയറ്റത്തടിക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണോ കേന്ദ്ര സർക്കാർ? അജിത, തീർച്ചയായും ഇത്തരത്തിൽ കേരളത്തിനെ ഞെരുക്കി മുറുക്കുന്ന ഒരു സമീപനം അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തവണ അത് ഈ ക്ഷേമ പെൻഷൻ കാര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ വാർദ്ധക്യകാല പെൻഷൻ, അതിനൊപ്പം തന്നെ വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയിലാണ് കേന്ദ്ര വിഹിതമായിട്ടുള്ള 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം ഇത് നൽകാത്തൊരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ ഡിസംബർ മാസത്തിലെ പെൻഷൻ അടക്കം നിലവിൽ ഇപ്പോൾ ഈ വിതരണം ക്ഷേമ പെൻഷന്റെ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അത് വിതരണം ചെയ്യാത്ത രീതിയിലുള്ള ഒരു സമീപനം അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പറയേണ്ടത് ഒരു കാര്യം, ഈ ഡിസംബറിലെ ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതമായി നൽകേണ്ട 24.75 കോടി രൂപ അത് സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ തുക 8,46,456 പെൻഷൻ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ ഡിസംബർ 15-നുള്ളിൽ തന്നെ മുഴുവൻ പേർക്കും തുക ലഭ്യമാക്കത്തക്ക രൂപത്തിൽ ഈ തുക അനുവദിച്ചിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഡിസംബർ 27-ആണ്. ഇന്ന് വരെയും ഈ കേന്ദ്ര വിഹിതം അത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ സംസ്ഥാനം ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിനെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം അത് ചെയ്യാത്ത രീതിയിൽ സംസ്ഥാനത്തിന് പരികേൽപ്പിക്കാനുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഇത്തരത്തിൽ കേന്ദ്ര വിഹിതവും ചേർത്താണ് സംസ്ഥാനം പണം നൽകിയത്. പിന്നീട് കുറച്ചു കാലം മുൻപാണ് കേന്ദ്ര വിഹിതം അത് കേന്ദ്ര സർക്കാർ തന്നെ നൽകുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും സംസ്ഥാനം നൽകേണ്ട തുക അത് സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യുന്നൊരു സമീപനത്തിലേക്ക് എത്തിയത്. നേരത്തെ ഇത്തരത്തിൽ ഈ വിഹിതം കൂടി ചേർത്താണ് സംസ്ഥാന സർക്കാർ ഈ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചു, കേന്ദ്ര വിഹിതം അത് കേന്ദ്രം തന്നെ നൽകും, സംസ്ഥാന വിഹിതം അത് സംസ്ഥാനം നൽകും. ഈ രണ്ട് വിഹിതവും ചേർത്ത് നൽകേണ്ട തുക അത് 2 ഘട്ടങ്ങളായാണ് ഈ ഉപഭോക്താക്കൾക്ക് നൽകേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ സംസ്ഥാനം തന്നെ ഈ തുക അനുവദിച്ചിട്ടും അത് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ തടസ്സം അത് എന്തുകൊണ്ട് ഇത് വിതരണം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിൽ തടസ്സമുണ്ട്, സാങ്കേതിക തടസ്സം എന്ന കാരണം പറഞ്ഞ് ഒഴിയുന്ന സമീപനമാണ് ഇത്തരത്തിൽ PFMS-ന്റെ ചുമതലക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മുൻപും ഇത്തരത്തിൽ സംസ്ഥാനം തന്നെ കേന്ദ്ര വിഹിതം വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ അത് സംസ്ഥാനത്ത് നൽകിയ തുക അത് കേന്ദ്രം നൽകിയിരുന്നില്ല. അത്തരത്തിലുള്ള ആ ഒരു സമീപനം തന്നെയാണ് ഇപ്പോഴും കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വികലാംഗ പെൻഷനിൽ ഇത്തരത്തിൽ വാർദ്ധക്യകാല പെൻഷനിൽ 200 രൂപയാണ് കേന്ദ്ര വിഹിതം വരുന്നത്. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതത്തിൽ നൽകേണ്ട തുകയാണ് ഇതുവരെ നൽകാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.